നമ്മൾ ഒരു പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു പ്രോപ്പർ പ്ലാൻ വേണം, ഒരു നല്ല പ്ലാൻ വേണമെന്നുള്ളത്. എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു എൻക്വയറി വരികയുണ്ടായി. അദ്ദേഹം ഒരു പ്ലാനാണ് എനിക്ക് ആദ്യമേ അയച്ചു തന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം അത് അതിശയിച്ചു പോയി. സോഷ്യൽ മീഡിയയിൽ കൂടിയോ അല്ലെങ്കിൽ എവിടുന്നോ കിട്ടിയ ഒരു പ്ലാൻ ആയിരിക്കും. ആ പ്ലാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റുമായിട്ട് ഒട്ടും മാച്ച് ആകാത്ത ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു പ്ലാൻ കൂടെ അയച്ചു തന്നു. ആ പ്ലാന് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സുമായിട്ട് ഏകദേശം മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഒരു 150 തൊട്ട് 200 സ്ക്വയർ ഫീറ്റ് വരെ ഒരു അൺവാണ്ടഡ് സ്പേസ് അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കാത്ത ഒരു സ്പേസസ് കുറേ അധികം പോകുന്നതായിട്ട് അതിൽ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടായി. ഇന്ന് ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം രൂ. 2500 പെർ സ്ക്വയർ ഫീറ്റ് നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടി ചിലവ് വരും. അതായത് 200 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 5,00,000 രൂപയോളം നമുക്ക് എക്സ്പെൻസ് വരും. നമ്മളുടെ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് ഏകദേശം ഒരു 1,00,000 രൂപ, അത് വേരി ചെയ്യാം, 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് ഫുൾ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അൺവാണ്ടഡ് സ്പേസസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ഈ 200ഓളം സ്ക്വയർ ഫീറ്റ് നമുക്ക് ലാഭിച്ച് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള വീട് പണിയാൻ സാധിക്കും. അതായത് 1,00,000 രൂപ ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ എഞ്ചിനീയർക്കോ കൊടുക്കുന്നതിന് ശേഷം പോലും നമുക്ക് ഒരു 4,00,000 രൂപയുടെ ലാഭം നമുക്ക് ആ വീട് പണിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും നമ്മൾ ഒരു പ്രോപ്പർ പ്ലാനിങ് ചെയ്തതിന് ശേഷം, അതായത് ഒരു ആർക്കിടെക്റ്റിനെ എഞ്ചിനീയറിനെ വെച്ച് പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ട് നമ്മുടെ കൺസ്ട്രക്ഷനുകൾ ചെയ്യുക.